CMC സന്യാസിനിമാർ ഭൂമി പകുത്തു നൽകി തിരുവൈരാണിക്കുളം ക്ഷേത്ര കമ്മിറ്റി നിർമ്മാണം ഏറ്റെടുത്തു. മേരിക്കും 2 പെൺമക്കൾക്കും സുരക്ഷിത ഭവനമൊരുങ്ങി. CMC സന്യാസിനിമാർ ഭൂമി പകുത്തു നൽകി തിരുവൈരാണിക്കുളം ക്ഷേത്ര കമ്മിറ്റി നിർമ്മാണം ഏറ്റെടുത്തു. നന്മയുള്ള ഉദ്യമത്തിനായി കൈകോർക്കാൻ അൻവർ സാദത്ത് MLA നേതൃത്വത്തിൽ സുമനസുകളും മേരിക്കും 2 പെൺമക്കൾക്കും സുരക്ഷിത ഭവനമൊരുങ്ങി. വൈവിധ്യത്തിന്റെ കനലുകൾ നെഞ്ചേറ്റി ജീവിക്കുന്ന മേരി ടോമിക്ക് സ്കൂൾ വിദ്യാർത്ഥികളായ പെൺമക്കളെ സുരക്ഷിതമായി പാർപ്പിക്കാൻ സ്വന്തമായി ഒരു വീട് എന്നതിനപ്പുറം ഇന്നുവരെ മറ്റൊരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. കോവിഡ് കാലത്ത് ഭർത്താവ് ടോമി മരിച്ചു. മൂവാറ്റുപുഴ സ്വദേശിനിയായവർ 17 വർഷത്തിലധികമായി കാഞ്ഞൂരിൽ വിവിധ വാടക വീടുകളിലായിരുന്നു താമസം. സ്വന്തമായി ഭൂമിയോ വീട് നിർമ്മിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയോ ഇല്ലായിരുന്നു. ഇവരുടെ അവസ്ഥ അറിഞ്ഞ് CMC മേരിമാത പ്രൊവിൻസ് അധികൃതർ മേരിക്ക് വീട് വയ്ക്കാൻ 3 സെന്റ് സ്ഥലം നൽകി. അൻവർ സാദത്ത് MLA തന്റെ അമ്മക്കിളിക്കൂട് പദ്ധതിയിൽ വീട് നിർമ്മിച്ചു നൽകുമെന്ന് അറിയിച്ചു. തിരുവൈരാണിക്കുളം ക്ഷേത്രം വീടിന്റെ നിർമ്മാണത്തിലുള്ള തുക നൽകാമെന്ന് MLA അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അമ്മയ്ക്കും മകൾക്കും അടച്ചുറപ്പുള്ള വീടായി. വീടിന്റെ താക്കോൽദാനം സിനിമാ നടൻ സൗബിൻ നിർവഹിച്ചു. ഈ വീട് നമുക്ക് 3 സെന്റ് സ്ഥലം അവരുടെ വകയായി മഠത്തിന്റെ വകയായി നമുക്ക് സ്ഥലം തന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ഒരു ദിവസം രാവിലെ ഈ ട്രസ്റ്റിൻ്റെ തിരുവൈരാണിക്കുളം ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകളെല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വരും. സാധാരണ എൻ്റെ വീട്ടിൽ വരാറുണ്ട്, കാരണം അമ്പലത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വന്ന് കാണാറുണ്ട്, സംസാരിക്കും. ഞാൻ അതുപോലെ തന്നെ ഞാനും വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതേ അമ്മക്കിളിക്കൂടിൻ്റെ കാര്യത്തെ പറ്റി ചോദിച്ചു. അപ്പോൾ എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര കാശ് വരും. ഞാൻ പറഞ്ഞു ഇപ്പോൾ 7.5 ലക്ഷം രൂപയാണ് വരുന്നത്, 510 സ്ക്വയർ ഫീറ്റ് വീടാണ് പണിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരോട് വെറുതെ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ട്രസ്റ്റിൻ്റെ വക ഒരു വീട് ഞങ്ങൾ സ്പോൺസർ ചെയ്ത് MLA ആരാണ് തീരുമാനിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ അത്ഭുതം. മറ്റു സ്പോൺസർമാരിൽ വ്യത്യസ്തമായി, കാരണം ഒരു അമ്പലം, ഒരു ട്രസ്റ്റ്, അൻവർ സാദത്ത് MLA ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു പ്രൊജക്റ്റ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം. മറ്റുള്ള സ്പോൺസർമാർ പറഞ്ഞതിനപ്പുറം എനിക്ക് ഭയങ്കരമായി സന്തോഷം തോന്നി. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് വളരെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നിൽക്കുന്നത്. കാരണം ഒരു വീട് പണിത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചെറിയൊരു കാര്യമല്ല, അത് ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണ്. കാരണം അതിൻ്റെ ഏറ്റവും കൂടുതൽ വേദന, അതിൻ്റെ സന്തോഷം അറിയുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു 6 വർഷം മുമ്പ് എൻ്റെ വീട് പൊളിച്ച് കളഞ്ഞിട്ടുള്ളതാണ് മരട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വേദന എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിനുവേണ്ടി ഈ കന്യാസ്ത്രീ മഠത്തിൽ നൽകിയിരിക്കുന്ന ഈ സ്ഥലവും അമ്പലം ട്രസ്റ്റ് നൽകി അവർ വീട് പണിയാൻ സഹായിച്ചതിലും, പിന്നെ അമ്മക്കിളിക്കൂട് എന്ന് പറയുന്ന അൻവർക്കാട് ഈ ടീം എന്ന് തന്നെ പറയാനാണ്, അവരെല്ലാവരും കൂടി മുൻകൂട്ടി ഇങ്ങനെ ഒരു വീട് നൽകി കൊടുത്തതിൽ വളരെയധികം സന്തോഷം. മാനവികതയുടെ മാതൃകയാണ് മേരിക്കുള്ള വീട് നിർമ്മാണത്തിലൂടെ അടയാളപ്പെടുത്തുന്നതെന്ന് അൻവർ സാദത്ത് MLA പറഞ്ഞു. തിരുവൈരാണിക്കുളം ക്ഷേത്ര ഭാരവാഹികളും CMC സന്യാസിമാരും ചടങ്ങിൽ പങ്കെടുത്തു. അമ്മക്കിളിക്കൂട് പദ്ധതിയിൽ ഇതിനകം 55 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. വിധവകൾക്കും അവരുടെ മക്കൾക്കുമാണ് പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ചു നൽകുന്നത്. വിവിധ പഞ്ചായത്തുകളിൽ വീടുകളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാലടി.